ഈ ഇസ്രയേലും ആളൂരും ഒക്കെ നൽകുന്ന പാഠമെന്താണ്? അല്ലെങ്കിൽ ഇത്തരം ചില മനുഷ്യരും രാജ്യങ്ങളും സമൂഹവും ഒക്കെ നൽകുന്ന പാഠമെന്താണ്? എന്തുകൊണ്ടാണ് മനുഷ്യർ ഈ യാത്രാവേളയിലോ മരണസമയത്തോ അല്ലെങ്കിൽ ആ രാജ്യങ്ങളിൽ ദുരന്തമുണ്ടാകുമ്പോഴോ ആസ്വദിച്ചും ആഹ്ലാദിച്ചും ഒക്കെ കമൻ്റിട്ട് പോകുന്നത്? അത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധയോടെ വായിക്കേണ്ടതാണ്. ബിനു ആൻ്റണി ആളൂർ എന്ന് പറയുന്ന ആളൂരിനെതിരെ എല്ലാവരും ഒരേ സ്വരത്തിൽ, ഞാൻ ആകെ വ്യത്യസ്തമായി കണ്ടത് നമ്മുടെ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനെയൊക്കെയാണ്. അദ്ദേഹം കേവല ഔപചാരികതയുടെ ആദരാഞ്ജലികളും ബഹുമാനാദരങ്ങളുമൊക്കെ സൂചിപ്പിക്കുകയുണ്ടാക്കി. ബാക്കി എല്ലാവരും തന്നെ ഈ പറയുന്ന ആളിനെ പറഞ്ഞു കെട്ടിവെച്ചു കൊടുത്ത് ആക്ഷേപിച്ച് എഴുതാവുന്ന കമൻറ്റ് മുഴുവൻ എഴുതിയാണ് യാത്രയാക്കുന്നത്. അങ്ങനെ യാത്രയാക്കാനുള്ള കാരണം ബിനു ആൻ്റണി എന്ന പേരിനോടോ അല്ലെങ്കിൽ ആ വിശ്വാസത്തോടോ അല്ലെങ്കിൽ അതുകൊണ്ടൊന്നുമല്ല, കുടുംബപ്പേര് മോശമായതുകൊണ്ടോ അഭിഭാഷക വൃത്തിയോടുള്ള എതിർപ്പ് കൊണ്ടോ ഒന്നുമല്ല. മറിച്ച് ആ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം നേതൃത്വം കൊടുക്കാനായി സ്വയം രംഗത്ത് വന്ന ഓരോ കേസുകളുടെയും പ്രത്യേകതയും അത് പൊതുസമൂഹത്തിൻ്റെ മനസാക്ഷി മുഴുവൻ നിൽക്കുന്നതിന് ഘടകവിരുദ്ധമായി ഇത്തരം ചില സംഗതികളുമായി വന്ന് അതിന് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് കേവലമായ കേസ് അല്ലെങ്കിൽ കക്ഷി അഭിഭാഷക ബന്ധത്തിനപ്പുറത്ത് അയാൾ നിയമത്തെക്കാൾ ഉപരി അധാർമികതയെ വല്ലാതെ പിന്തുണയ്ക്കുന്നു എന്നതുകൊണ്ടാവാം. സമാനമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇസ്രയേലിൻ്റെയും വിഷയത്തിൽ. എല്ലാ രാജ്യങ്ങളുടെയും ചരിത്രത്തിൽ കയറ്റിറക്കങ്ങളുണ്ട്, പലതരത്തിലുള്ള ശരിതെറ്റുകളുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ വർഷങ്ങളോളം ഒരു സമൂഹത്തെ ആക്രമിക്കുന്നു എന്ന് പറയുന്ന, അതും യാതൊരു ദയയും ദാക്ഷിണ്യവുമില്ലാതെ, ചിലപ്പോൾ ഒറ്റപ്പെട്ട തിരിച്ചടികളുടെ കാരണങ്ങൾ എടുത്തു വച്ച് ചില മനുഷ്യരൊക്കെ ഇവിടെ അതുകൊണ്ടാണിതുണ്ടായത് എന്നൊക്കെ പറയുമ്പോഴും അതിനപ്പുറം ഉന്മൂലന സിദ്ധാന്തം നടപ്പിലാക്കിയേ മതിയാവൂ എന്ന തരത്തിൽ അങ്ങനെ അത്രത്തോളം ആക്രമിക്കപ്പെടുമ്പോഴാണ് ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാനതിൻ്റെ കമൻറ്റുകൾ ശ്രദ്ധിക്കുകയായിരുന്നു. ഞാൻ വളരെ ശ്രദ്ധാപൂർവമാണിത് പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മറ്റൊരു വ്യാഖ്യാനം എൻ്റെ സ്വാഭാവികതയിൽ പോലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. പക്ഷേ എന്നിട്ടും അതിലെഴുതുന്ന മനുഷ്യർ മുഴുവൻ അത് നശിക്കട്ടെ, അത് തുലയട്ടെ, അല്ലെങ്കിൽ അതില്ലാതാകട്ടെ, അനുഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ അവിടുത്തെ നിരപരാധികളായ മനുഷ്യരാണ് അനുഭവിക്കുന്നതെങ്കിൽ പോലും ആ ഒരു എൻറ്റിറ്റിയോട്, ആ ഒരു സംഗതിയോട് വല്ലാത്ത പകയും വിദ്വേഷവും തോന്നുന്ന തരത്തിലേക്കാവുന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ. നമ്മുടെ അതിർത്തി രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് ഭീകരപ്രവർത്തനത്തെ സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തോട് നമ്മൾ എത്ര രൗദ്രമായിട്ടാണ് പെരുമാറുന്നത്. അവർ നമ്മുടെ മേൽ ഈ ഭീകരാക്രമണം ഒരു സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തോ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഇതൊരു രാജ്യത്തിൻ്റെ മേൽ, ഒരേ ജനതയുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ, നിരപരാധികളുടെ മേൽ നിരന്തരം 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 ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു സ്വാഭാവികമായ പ്രതികരണമാണ് അവിടെയൊക്കെ കാണുന്നത്. അല്ലാതെ അത് വംശവെറിയോ വംശവിദ്വേഷമോ ജൂതരോടുള്ള എതിർപ്പോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ചരിത്രപരമോ ആത്മീയമായ കാരണമോ ഒന്നും തന്നെയല്ല. പേരുകൊണ്ടുമല്ല ഒരാളിനെ ആദരിക്കപ്പെടുന്നതോ അംഗീകരിക്കപ്പെടുന്നതോ. അയാളുടെ ആശയവും അയാൾ മുന്നോട്ട് വെക്കുന്ന ആദർശവും അതിൽ വ്യത്യസ്തമായ സംഗതികളൊക്കെ ഉണ്ടാവാം. എപ്പോഴും നമ്മൾ ഒരേ പാറ്റേണിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ പെരുമാറണം എന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ എങ്കിൽ പോലും ആ പെരുമാറ്റ വ്യതിയാനത്തിനും വേണം അതിൻ്റെ ഒരു നീതി എന്ന സന്ദേശമാണ് അവിടെ നൽകുന്നത്. അതുകൊണ്ട് കാട്ടുതീ അണയട്ടെ, പക്ഷേ അതിൻ്റെയൊക്കെ ഗുണപാഠം ഈ കൊന്നുതള്ളി തീപിടിപ്പിച്ച് കരിച്ച് നശിപ്പിക്കാനിറങ്ങിയിരിക്കുന്നവരുടെ മനസ്സിലുണ്ടാക്കിയെങ്കിൽ അത് ഗുണകരമാണ്. അത്തരമൊരു ചിന്ത ഗുണകരമാണ്. അത്ര തന്നെ.